Dear students, welcome to Bosco Campus Vision. This is Ajay Joseph Chako, Assistant Professor, Don Bosco College, Kottayam. In this video, I discuss the functions of money market from the subject Financial Services for BBA Semester 3 students of the Kerala University. Functions of money market. First function. It facilitates economic development through provision of short-term funds to industrial and other sectors. അതായത് വ്യവസായ രംഗത്തും മറ്റ് മേഖലകളിലും ഷോർട്ട് ടേം ഫണ്ട്സ് അഥവാ ഹ്രസ്വകാല ഫണ്ട് നൽകിക്കൊണ്ട് സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ സഹായിക്കുന്നു. ഇപ്പോൾ ഇൻഡസ്ട്രീസിനും മറ്റ് സെക്ടേഴ്സിനൊക്കെ ഹ്രസ്വകാലത്തേക്കായിട്ടുള്ള വായ്പകൾ പണം കടമായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ അതൊക്കെ ഫുൾഫിൽ ചെയ്യുന്നത് മൂലം മണി മാർക്കറ്റ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ സഹായിക്കുന്നു. ഇതാണ് ഒന്നാമത്തെ ഫങ്ഷൻ. സെക്കൻഡ് ഫങ്ഷൻ, ഇറ്റ് പ്രൊവൈഡ്സ് എ മെക്കാനിസം ടു അച്ചീവ് ഇക്വിലിബ്രിയം ബിറ്റ്വീൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ഷോർട്ട് ടേം ഫണ്ട്സ്. മണി മാർക്കറ്റ് ഷോർട്ട് ടേം ഫണ്ട്സിൻ്റെ ഡിമാൻഡിലും സപ്ലൈയിലും ഒരു സന്തുലിത അവസ്ഥ കൈവരിക്കാൻ സഹായിക്കുന്നു. ഇപ്പോൾ ഡിമാൻഡുണ്ട്, കുറച്ച് ഹ്രസ്വകാലത്തേക്കായിട്ടുള്ള വായ്പ അല്ലെങ്കിൽ പണത്തിൻ്റെ ആവശ്യമുണ്ട്. അതേപോലെ തന്നെ ആ പണത്തിൻ്റെ ആവശ്യത്തെ നിറവേറ്റാൻ തക്ക രീതിയിൽ ആ ഫണ്ട് സപ്ലൈ ചെയ്യാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു സന്തുലിത അവസ്ഥയാണ് ഉണ്ടാകുന്നത്, ഇക്വിലിബ്രിയം സ്റ്റേറ്റാണ്. എത്രയാണോ ആവശ്യം അത്രയും തന്നെ കൊടുക്കാനായിട്ട് സാധിക്കുന്നു, ഡിമാൻഡ് എത്രയാണോ അത്രയും തന്നെ സപ്ലൈ ചെയ്യാനും സാധിക്കുന്നു. ആ ഒരു സംവിധാനം പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നൽകുന്നത് മണി മാർക്കറ്റാണ്. തേർഡ് ഫങ്ഷൻ, it facilitates effective implementation of RBI's monetary policy. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അഥവാ RBIയുടെ സാമ്പത്തിക നയങ്ങൾ വളരെ ഫലപ്രദമായിട്ട് നടപ്പിലാക്കാനായിട്ട് മണി മാർക്കറ്റ് സഹായിക്കുന്നു. RBIയുടെ ഒത്തിരി സാമ്പത്തിക നയങ്ങളുണ്ട്, ഉദാരവൽക്കരണം നയം, അങ്ങനെ ഒത്തിരി ബിസിനസ്സുകളെ പ്രോത്സാഹിപ്പിക്കുന്ന നയങ്ങൾ, ഇതൊക്കെ RBIയുടെ ഭാഗത്തു നിന്നുണ്ടാകാം. പക്ഷേ ഇതിനെയൊക്കെ വളരെ ഫലപ്രദമായിട്ട് ആ നയങ്ങളെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നടപ്പിലാക്കാനായിട്ട് ഈ മണി മാർക്കറ്റ് സഹായിക്കുന്നു. ഫോർത്ത് ഫങ്ഷൻ, ഇറ്റ് പ്രൊവൈഡ്സ് ആംപിൾ അവന്യൂസ് ഫോർ ഷോർട്ട് ടേം ഫണ്ട്സ് വിത്ത് ഫെയർ റിട്ടേൺസ് ടു ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ മണി മാർക്കറ്റ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന നിക്ഷേപിക്കുന്ന ആൾക്കാർക്ക് ന്യായമായ റിട്ടേൺസ് നൽകുന്നുണ്ട്, ഫെയർ റിട്ടേൺസ് നൽകുന്നുണ്ട്. ഇപ്പോൾ മണി മാർക്കറ്റിൽ ഷോർട്ട് ടേം ഫണ്ട്സിലാണ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അത് ഷോർട്ട് ടേം ഫണ്ട്സ് മേടിക്കാൻ, കടം എടുക്കാൻ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് കടം കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഹ്രസ്വ കാലാവധിക്കുള്ളിൽ തന്നെ പണം തിരികെ ലഭിക്കുന്നു. അപ്പോൾ അതിനുള്ള പലിശയായാലും മറ്റ് വരുമാനങ്ങളും കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ മണി മാർക്കറ്റിൽ, ഷോർട്ട് ടേം ഫണ്ട്സ് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റർക്ക് ഫെയർ റിട്ടേൺസ്, നീതിപൂർവമായ ഒരു റിട്ടേൺ എന്ന് വെച്ചാൽ അതിൽ നിന്ന് തിരികെ ഒരു വരുമാനം ലഭിക്കുന്നു. അതിനുള്ളൊരു അവസരം ഈ മണി മാർക്കറ്റ് ഒരുക്കുന്നു. അതാണ് നാലാമത്തെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഫിഫ്ത്ത് ഫങ്ഷൻ, ഇറ്റ് ഇൻസ്റ്റിൽസ് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഇൻ കമേഴ്ഷ്യൽ ബാങ്ക്സ്. വാണിജ്യ ബാങ്കുകളിൽ ഒരു സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവരാനായിട്ട് മണി മാർക്കറ്റ് സഹായിക്കുന്നു. അപ്പം കമേഴ്ഷ്യൽ ബാങ്ക്സ് മാത്രമല്ല ഈ മണി മാർക്കറ്റിലെ പ്ലെയേഴ്സ് എന്ന് പറയുന്നത് ഒത്തിരി പേരുണ്ട്. അപ്പോൾ കമേഴ്ഷ്യൽ ബാങ്ക്സ് അഥവാ വാണിജ്യ ബാങ്കുകളുടെ ഇടയിൽ ഒരു സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവരാനായിട്ട് മണി മാർക്കറ്റ് സഹായിക്കുന്നുണ്ട്. സിക്സ്ത് ഫങ്ഷൻ, ഇറ്റ് പ്രൊവൈഡ്സ് ഫണ്ട്സ് ടു മീറ്റ് ഷോർട്ട് ടേം നീഡ്സ്. ബിസിനസ്സുകൾക്കായാലും വ്യക്തികൾക്കായാലും ഫണ്ടിൻ്റെ ഷോർട്ട് ടേം നീഡ്സ് ഉണ്ട്, ഹ്രസ്വകാലത്തേക്ക് ഫണ്ട് ആവശ്യമുണ്ട്. ഫോർ എക്സാമ്പിൾ 1 ഇയറിൽ താഴെ, ഒരു വർഷത്തിൽ താഴെയൊക്കെയുള്ള ഷോർട്ട് ടേം ഫണ്ട് നീഡൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് മണി മാർക്കറ്റാണ്. ഇതൊരു മണി മാർക്കറ്റിൻ്റെ ഫങ്ഷനാണ്. സെവൻത് ഫങ്ഷൻ, ഇറ്റ് എൻഹാൻസസ് ക്യാപിറ്റൽ ഫോർമേഷൻ ത്രൂ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. എൻഹാൻസ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ഇൻക്രീസ് ചെയ്യുക എന്നാണ്. അതായത് മൂലധനത്തിൻ്റെ രൂപീകരണത്തെ സഹായിക്കുന്നു, അല്ലെങ്കിൽ അത് ഇൻക്രീസ് ചെയ്യുന്നു. മൂലധനം അഥവാ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രൂ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ സേവ് ചെയ്യുക, പൈസ സൂക്ഷിക്കുക, അതേപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെയൊക്കെ മൂലധനം രൂപീകരിക്കാൻ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഫോം ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു മാർക്കറ്റാണ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ
നമുക്കുണ്ടാവുന്ന പൈസ എനിക്ക് കുറേ ഫണ്ടുണ്ട് എന്ന് കരുതുക. ആ ഫണ്ട് സേവ് ചെയ്ത് വെച്ച് ഒരു മണി മാർക്കറ്റിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തിരിച്ച് നല്ല റിട്ടേൺ കിട്ടും. അപ്പോൾ അതിലൂടെ ഈ പ്രവർത്തനത്തിലൂടെ എനിക്ക് ഫണ്ട് സേവ് ചെയ്യുകയും ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ട് എനിക്ക് ഒരു മൂലധനം, ക്യാപിറ്റൽ ഫോം ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇതൊക്കെയാണ് മണി മാർക്കറ്റിൻ്റെ ഫങ്ഷൻസ്. 8th function, short-term allocation of funds is made possible through interbanking transactions and money market instruments. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻസിലൂടെയും ഇൻ്റർ ബാങ്കിങ് ട്രാൻസാക്ഷൻസിലൂടെയും ഷോർട്ട് ടേം ആയിട്ട് ഫണ്ട്സ് അലോക്കേറ്റ് ചെയ്യാനായിട്ട് മണി മാർക്കറ്റ് സഹായിക്കുന്നു. മണി മാർക്കറ്റിൽ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, മാത്രമല്ല മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. ഇവയിലൂടെ എല്ലാം ഫണ്ട്സ് ഒരു ഹ്രസ്വകാലത്തേക്ക്, കുറച്ച് കാലത്തേക്കുള്ള ആവശ്യത്തിലേക്കായി ഫണ്ട്സ് അലോക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മാറ്റിവെക്കാനായിട്ട് മണി മാർക്കറ്റ് സഹായിക്കുന്നു എന്നുള്ളതാണ് 8ാമത്തെ ഫംഗ്ഷനിൽ പറയുന്നത്. അപ്പോൾ ഫണ്ട്സ് ആവശ്യമുണ്ടെങ്കിൽ ബാങ്കുകൾ തമ്മിലുള്ള ഇടപാടുകൾ മൂലവും മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻസിലുള്ള ഇടപാടുകൾ മൂലമൊക്കെ നമുക്ക് ഏതെങ്കിലും ഒരു ആവശ്യത്തിന് ഫണ്ട്സ് നീക്കി വയ്ക്കാനായിട്ട്, അലോക്കേറ്റ് ചെയ്യാനായിട്ട് മണി മാർക്കറ്റ് സഹായിക്കുന്നു. അതാണ് 8ാമത്തെ ഫംഗ്ഷൻ. 9th ഫംഗ്ഷൻ, ഇറ്റ് ഹെൽപ്സ് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ. മണി മാർക്കറ്റ് ഒത്തിരി പേർക്ക് തൊഴിൽ നൽകാനായിട്ട് സഹായിക്കുന്നു. എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ മണി മാർക്കറ്റിലൂടെ സാധ്യമാകുന്നു. 10th ഫംഗ്ഷൻ, ഇറ്റ് പ്രൊവൈഡ്സ് ഫണ്ട്സ് ടു ഗവൺമെൻറ് ടു മീറ്റ് ഇറ്റ്സ് ഡെഫിസിറ്റ്സ്. ഗവൺമെൻറ്റിന് തങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക കുറവുകൾ പരിഹരിക്കാനായിട്ട് മണി മാർക്കറ്റ് സഹായിക്കുന്നു. ഒരു ഗവൺമെൻറ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോഴൊക്കെ പല ആവശ്യങ്ങൾക്കും ഫണ്ട് തികയാതെ വരുന്നുണ്ട്. അപ്പോൾ ആ ഡെഫിസിറ്റ്, ആ കുറവിനെ മണി മാർക്കറ്റ് ഷോർട്ട് ടേം ഫണ്ട്സിലൂടെ പരിഹരിക്കാനായിട്ട് ശ്രമിക്കുന്നു. 11th ഫംഗ്ഷൻ, ഇറ്റ് ഹെൽപ്സ് ടു കൺട്രോൾ ഇൻഫ്ലേഷൻ. മണി മാർക്കറ്റ് ഇൻഫ്ലേഷൻ അഥവാ പണപ്പെരുപ്പം അല്ലെങ്കിൽ നാണ്യപ്പെരുപ്പം നിയന്ത്രിക്കാനായിട്ട് സഹായിക്കും. ഇൻഫ്ലേഷൻ വലിയൊരു പ്രശ്നമാണ്. അതായത് കോൺസ്റ്റൻറ്റ് ഇൻക്രീസ് ഇൻ പ്രൈസ് ഓഫ് ഗുഡ്സ്, അതാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. കോൺസ്റ്റൻറ്റ് ആൻഡ് സ്റ്റഡി ഇൻക്രീസ് ഇൻ പ്രൈസ് ഓഫ് ഗുഡ്സ്. ഈ ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെയൊക്കെ വില വളരെ കോൺസ്റ്റൻ്റ് ആയിട്ട്, സ്റ്റഡി ആയിട്ട് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരുന്നു. അതിനെയാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് സാധാരണ സിമ്പിൾ വേർഡ്സിൽ പറഞ്ഞാൽ ഇൻഫ്ലേഷൻ അർത്ഥം, പണപ്പെരുപ്പം എന്നൊക്കെ പറയും. അപ്പോൾ ഈ പണപ്പെരുപ്പത്തെ കൺട്രോൾ ചെയ്യാനായിട്ട്, നിയന്ത്രിക്കാനായിട്ട് മണി മാർക്കറ്റ് സഹായിക്കുന്നു. 12th function, it provides a stable source of funds to banks in addition to deposits, allowing alternative financing structures and competition. വാണിജ്യ ബാങ്കുകളെ സംബന്ധിച്ച് ഡെപ്പോസിറ്റ്സിന് പുറമെ, കസ്റ്റമേഴ്സ് നൽകുന്ന ഡെപ്പോസിറ്റ്സിന് പുറമെ ഒരു സ്റ്റേബിൾ സോഴ്സ് ഓഫ് ഫണ്ട്സായി മണി മാർക്കറ്റ് മാറും. ഇപ്പോൾ ബാങ്കുകൾക്ക് കസ്റ്റമേഴ്സ് ലഭിക്കുന്ന ഡെപ്പോസിറ്റിൽ നിന്ന് മാത്രമല്ല ഫണ്ട് ലഭ്യമാകുന്നത്, മണി മാർക്കറ്റിൽ നിന്നും സ്റ്റേബിളായിട്ട് ഫണ്ടിനുള്ള മാർഗം ലഭ്യമാകും. അതുകൊണ്ട് തന്നെ ബാങ്കുകൾക്ക് മറ്റ് ബാങ്കുകളായിട്ട് മത്സരിച്ച് നിൽക്കാനും പുതിയ തരത്തിലുള്ള സാമ്പത്തിക ഘടനകൾ രൂപീകരിക്കാനും ഒക്കെ, ഫിനാൻസിങ് സ്ട്രക്ചേഴ്സൊക്കെ രൂപീകരിക്കാനായിട്ട് ഒക്കെ ബാങ്കുകളെ സഹായിക്കുന്നുണ്ട് ഈ മണി മാർക്കറ്റ്. 13th function, it encourages the development of non-bank intermediaries, thus increasing the competition for funds. അപ്പോൾ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ മണി മാർക്കറ്റിലുണ്ട്, അതേപോലെ തന്നെ നോൺ ബാങ്കിങ് ഇൻ്റർമീഡിയറീസ് ഉണ്ട്. ഇപ്പോൾ ഡിസ്കൗണ്ട് ഹൗസസ്, അക്സെപ്റ്റൻസ് ഹൗസസ്, അങ്ങനെയുള്ള മറ്റ് നോൺ ബാങ്കിങ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ബാങ്കിങ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാത്ത ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അത്തരം സ്ഥാപനങ്ങളെ എൻകറേജ് ചെയ്യുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഫങ്ഷൻ കൂടി മണി മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അത് കാരണം ഫണ്ട്സിന് കോമ്പറ്റീഷൻ ഇൻക്രീസ് ചെയ്യാൻ, ആരാണ് നല്ല രീതിയിൽ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്, എത്ര കുറഞ്ഞ നിരക്കിൽ ഫണ്ട് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നു, അത്തരത്തിലുള്ളൊരു മത്സരം ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നു. 14th function, savers get a wide range of saving instruments to select from and invest their savings. ഇപ്പം നമ്മൾ പഠിച്ചു മണി മാർക്കറ്റിൽ ലെൻഡേഴ്സും ഉണ്ട്, അതേപോലെ തന്നെ ബോറോവേഴ്സും ഉണ്ട്. ഈ സേവേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ലെൻഡേഴ്സാണ്, പണം കടം കൊടുക്കാനുള്ളവരാണ്.
അപ്പോൾ അവർക്ക് ഒത്തിരി അവസരങ്ങളാണ് ഇവിടെ ലഭിക്കുന്നത്. തങ്ങളുടെ കയ്യിൽ ഫണ്ടുണ്ട്, പൈസയുണ്ട്, പക്ഷെ അത് നിക്ഷേപിക്കാനായിട്ട് ഒത്തിരി അവസരങ്ങൾ ഈ മണി മാർക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വൈഡ് റേഞ്ച് ഓഫ് സേവിങ് ഇൻസ്ട്രുമെൻറ്റ്സ് ഇവിടെ ഉണ്ട്. ഇപ്പോൾ മണി മാർക്കറ്റിലെ പല ഇൻസ്ട്രുമെൻസിനെ കുറിച്ച് നമ്മൾ ട്രഷറി ബില്ലിനെ കുറിച്ച് പഠിച്ചു, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, അങ്ങനെയുള്ള നിയർ മണി ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ അനേകം ഇൻസ്ട്രുമെൻറ്റ്സ്, ഗവൺമെൻറ്റിന് കടം കൊടുക്കാം, മനസ്സിലാവുന്നുണ്ട്, ഗവൺമെൻറ് ബിൽസും ഗവൺമെൻറ് പേപ്പേഴ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ നിക്ഷേപകർക്ക് വൈഡ് റേഞ്ച് ഓഫ് സേവിങ് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ നിക്ഷേപങ്ങൾ ശരിയായ വണ്ണം നിക്ഷേപിക്കാനുള്ള ഒരു അവസരം മണി മാർക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ: വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് മണി മാർക്കറ്റ്? I hope all of you understood the functions of money market quite well. For more information and classes, please subscribe the YouTube channel of our college, Bosco Campus Vision. Thank you for listening.